കഴിഞ്ഞ ദിവസം RSSന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ശ്രീ മോഹൻ ഭഗവത് RSSന്റെ സർസംഘചാലകൻ, നമ്മളുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ RSS ചീഫ് എന്ന് ആണ് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലായ ഉള്ള വ്യക്തി അദ്ദേഹം കൊൽക്കത്തയിൽ സംസാരിക്കുന്നത് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി. അദ്ദേഹം മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളും അതിനകത്ത് ഉണ്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് പറഞ്ഞത്, ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. അത് ഹിന്ദു രാഷ്ട്രമാക്കാൻ പ്രത്യേക ഭരണഘടനാ ഭേദഗതി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗത്തിന്റെ രാജ്യം തന്നെയാണ്, അവരുടെ സംസ്കാരം തന്നെയാണ് ഈ രാജ്യത്ത് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് അദ്ദേഹം മുൻപും പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ്. ഇതിൽ വലിയ പുതുമയൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ചില പുതുമകളുണ്ടായിരുന്നു. അത് ബംഗ്ലാദേശിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ബംഗ്ലാദേശിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ രാജ്യം ഇന്ത്യയുടെ സൈനികർ കഷ്ടപ്പെട്ട്, ഇന്ത്യയിലെ ഓരോ ജനവും കഷ്ടപ്പെട്ടാണ് ബംഗ്ലാദേശ് എന്ന രാജ്യം പടുത്തുയർത്തിയത്. ഒരുപക്ഷെ പ്രേക്ഷകരിൽ പലർക്കും ഓർമ്മയുണ്ടാകും, പണ്ട് കാലത്ത് നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരുന്നു. 5 പൈസയുടെ സ്റ്റാമ്പായിരുന്നത്. ആ സ്റ്റാമ്പ് എന്തിനു വേണ്ടിയാണ് പുറത്തിറക്കിയതെന്ന് ചോദിച്ചാൽ, ആ സ്റ്റാമ്പ് വാങ്ങുന്നതിലൂടെ കിട്ടുന്ന പണം ബംഗ്ലാദേശിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയ ഒരു രാജ്യത്തിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധനസമ്പാദനമായിരുന്നു. അതിനുശേഷം സിനിമ കാണാൻ തിയേറ്ററിൽ കയറുന്നവർക്കൊക്കെ 0.25% നികുതി കൂടി നൽകണമായിരുന്നു. ആ നികുതി എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ആ ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടിയായിരുന്നു, ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ജീവനും പണവും വെള്ളവും വളവും എല്ലാം നൽകി നാം ഉണ്ടാക്കിയെടുത്ത ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. പക്ഷെ ഇന്നവർ നമുക്കെതിരാണ്. ഇവിടെ ഹിന്ദുക്കളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോഹൻ ഭഗവതിന്റെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയേറുന്നതും. നമുക്കറിയാം, 1941 വരെ ബംഗ്ലാദേശിൽ 28% ഹിന്ദു ജനസംഖ്യ. ഇന്നത് 8% മാത്രമാണ്. 20% ജനസംഖ്യ എവിടെയെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. പാകിസ്ഥാനും സ്ഥിതി വ്യത്യസ്തമല്ല. മുൻപത്തെ പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനുമൊക്കെ ചിലരെങ്കിലും ഉണർന്നു വന്നിരിക്കുന്നു. അവർക്ക് പ്രത്യാശിക്കാനൊരു രാജ്യമെങ്കിലുമുണ്ട്. ഇവിടെയാണ് മോഹൻ ഭഗവതിനെ പോലുള്ളവരുടെ വാക്കുകൾക്ക് പ്രസക്തിയേറുന്നത്. അവർ ഉയർത്തുന്ന ആ വിഘടനവാദ രാഷ്ട്രീയത്തിന് ഒരു വലിയ താക്കീതാണ് അദ്ദേഹം നൽകിയത്. ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ആരൊക്കെ വരണ്ട എന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും കേന്ദ്ര സർക്കാരാണ്. അവർ തീരുമാനിക്കണം ഇനി മുതൽ ആരാണ് ബംഗ്ലാദേശിൽ നിന്ന് വരേണ്ടതെന്ന്. ഏതായാലും ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു നിലപാടെടുക്കണം. ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കൾ ധനസഹകരണം മാത്രമല്ല, ഒറ്റക്കെട്ടായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്യണം. അതിനുശേഷം അദ്ദേഹം പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ് ആണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. എനിക്ക് തോന്നുന്നത്, അതായത് മോഹൻ ഭഗവതിന്റെ വാക്കുകൾ തന്നെയാണ്, എനിക്ക് തോന്നുന്നത് കേന്ദ്ര സർക്കാർ ചില നടപടികൾക്ക് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും അതുവരെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്ന് താൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ മടക്കിക്കൊണ്ടുവരാൻ എന്തെങ്കിലും ശ്രമമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയ സംശയം ചില മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതിനൊരു പ്രധാന കാരണമുണ്ട്. ഇന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ എണ്ണം 1.31 കോടി ജനമാണ്. ആ 1.31 കോടി ജനത്തിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ രാജ്യത്തിന് ആകുമോ എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് കഴിയുമെന്നുള്ളത് തന്നെയാണ് ഉത്തരം. കാരണം ഇവിടെ അതിനും മുകളിൽ ബംഗ്ലാദേശികളായിട്ടുള്ളവരുണ്ട്, അനധികൃതമായി കുടിയേറിയവരായിട്ടുണ്ട്. 2001 നമ്മുടെ രാജ്യത്തിൻ്റെ സെൻസസ് അനുസരിച്ച് 40 ദശലക്ഷം ബംഗ്ലാദേശികൾ ഈ രാജ്യത്തുണ്ട് എന്നുള്ളത്. അതുമാത്രമാണ് ലീഗലി നമ്മുടെ പക്കൽ ഉള്ള ഒരു സെൻസസ് വിവരം. ഏതായാലും ആ വിവരം അനുസരിച്ച് 40 ദശലക്ഷം പേരുണ്ട്. അത് 2009 ആയപ്പോഴേക്കും 1.5 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട് എന്ന് കണക്കെടുപ്പിലേക്ക് എത്തി. 2009. 2016 അന്നത്തെ ആഭ്യന്തര സഹമന്ത്രി പാർലമെന്റിൽ പറഞ്ഞത് 2 കോടിക്കടുത്ത് ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ്. അവരെ പുറത്താക്കിയാൽ സ്വാഭാവികമായി തന്നെ ഈ 1.31 കോടി ബംഗ്ലാദേശി ഹിന്ദുക്കളെ ഈ രാജ്യത്ത് പാർപ്പിക്കാൻ കഴിയും. മുൻപ് ഈ ബംഗ്ലാദേശികൾക്ക് ഇവിടെ കിട്ടിയ സൗജന്യ റേഷനും മെഡിക്കൽ പരിശോധനയും ഇല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കള്ള ആധാർ കാർഡിലൂടെ ഇല്ലെങ്കിൽ കള്ള രേഖകളിലൂടെ നേടിയെടുത്ത ബംഗ്ലാദേശികൾ അപ്പാടടിച്ച് പുറത്താക്കാമെങ്കിൽ ഈ 1.31 കോടി ഹിന്ദുക്കൾക്ക് ആ ആനുകൂല്യങ്ങളെല്ലാം കൊടുത്ത് സുഭിക്ഷമായി മുമ്പോട്ട് പോകാൻ കഴിയും. അതിനോടൊപ്പം അത് മോഹൻ ഭഗവത് പറഞ്ഞതല്ല, ഒരുപക്ഷെ മോഹൻ ഭഗവതിൻ്റെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളാണ്. ഒപ്പം മോഹൻ ഭഗവത് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ലോകത്തെ എല്ലാ ഹിന്ദുക്കൾക്കും പോകാൻ ഇല്ലെങ്കിൽ കടന്നു വരാൻ ഒരേ ഒരു രാജ്യമേ ഉള്ളൂ, അത് ഇന്ത്യയാണ്. ഇന്ത്യ എന്നും ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളും എന്ന് തന്നെ പറയുന്നു. ശരിയാണ്, ഹിന്ദുക്കളെ സംബന്ധിച്ച് ലോകത്ത് പോകാൻ വേറെ വാതിലുകളില്ല, മുട്ടാനായി വേറെ വാതിലുകളോ വഴികളോ ഇല്ല. ഇവിടെ ഇന്ത്യ എന്ന ഒരു രാജ്യം മാത്രമാണ്. ഏതായാലും ഹിന്ദുക്കൾ ഉണർന്നു വരുന്നു എന്നതിൻ്റെ ലക്ഷണമാകാം
കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു യുവാവിനെ ക്രൂരമായി കൊന്നു കെട്ടിത്തൂക്കിയപ്പോൾ അതിൻ്റെ പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ അങ്ങ് നേപ്പാളിൽ വലിയ പ്രതിഷേധക്കടലായി മാറി. വിദേശ രാജ്യങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ചെറിയ രീതിയിലെങ്കിലും ഉയർന്നു വരുന്നു. ഇതൊക്കെ കൊണ്ട് ബംഗ്ലാദേശിലെ കൊലയും നിൽക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത തീരെയില്ല. കാരണം അവിടെ മതം തലക്ക് പിടിച്ച മതഭ്രാന്തന്മാർ അഴിഞ്ഞാടുമ്പോൾ ഇനിയും ഹിന്ദുക്കൾ കൊല്ലപ്പെടാം. ഈ വാർത്ത എടുക്കുവാൻ അല്ലെങ്കിൽ ഈ അനാലിസിസിന് വേണ്ടി ഇവിടെ ഇരിക്കുമ്പോൾ പോലും ഒരു യുവാവിൻ്റെ കയ്യിൽ ഒരു ചരട് കെട്ടിയ യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടാണ് ഇന്ന് ഈ കസേരയിലിരുന്ന് ഈ വാർത്ത ചെയ്യാനായി കഴിയുന്നത്. അവിടുത്തെ മാധ്യമങ്ങളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയെ ആക്രമിക്കണം, ഇല്ലെങ്കിൽ ഹിന്ദുക്കളെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞ് ഉയർന്നു വന്ന ഇല്ലെങ്കിൽ മുൻപോട്ട് പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അതിനോട് സമാനമായ ചിന്താഗതി വെച്ച് പുലർത്തിക്കൊണ്ട് ബംഗ്ലാദേശ് മുൻപോട്ട് പോകുമ്പോൾ അവിടെ അവശേഷിക്കുന്ന ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഈ രാജ്യത്തിന് ബാധ്യതയുണ്ട്. ആ ഹിന്ദുക്കൾക്ക് ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നവരെ പാർപ്പിക്കാൻ ഈ രാജ്യത്തിന് ബാധ്യതയുണ്ട്. പൗരത്വ ഭേദഗതി നിയമം വെറുതെയല്ല പാസ്സാക്കിയതെന്ന് കരുതുന്നു. കാരണം ലോകത്തെമ്പാടുമുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഹിന്ദുക്കളെ, അതായത് മറ്റ് പല രാജ്യങ്ങളിലും ഹിന്ദു ന്യൂനപക്ഷമാണ്, അതുകൊണ്ട് തന്നെ ആ പീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഇവിടെ കുടിയിരുത്തുക തന്നെ വേണം, അവർക്ക് വേണ്ടതെല്ലാം നൽകുക തന്നെ വേണം. അത്തരത്തിൽ ഒരു വലിയ നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും ഇതിൻ്റെ പേരിൽ ബംഗ്ലാദേശുമായി യുദ്ധത്തിലേക്ക് ഉടനടി പോകുമെന്ന് തോന്നുന്നില്ല. ഏതായാലും കാലാകാലങ്ങളിൽ ബംഗ്ലാദേശികളെ ഈ നാട്ടിൽ ഊട്ടി ഉറപ്പിച്ച് അവർക്ക് വോട്ടും മറ്റും നൽകി അവരെ പരിപോഷിപ്പിച്ചിരുന്ന രാഷ്ട്രീയ നേതാക്കൾ കണ്ണു തുറന്ന് കാണണം. ഇത് ഹിന്ദുവിൻ്റെ കാലഘട്ടമാണ്. ഇവിടെ ഈ രാജ്യത്തിൻ്റെ വികാരമായ ഈ രാജ്യത്തിൻ്റെ ജീൻ പേറുന്ന ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ. അവരാണിന്ന് മറ്റൊരു രാജ്യത്ത് അതിഭീകരമായ രീതിയിലുള്ള ക്രൂരമർദ്ദനങ്ങൾക്കും കൊലപാതകത്തിനും ഇരയാകുന്നത്. അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യമാകണം. അവരതിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോകുന്നിടത്ത് നിങ്ങൾ ഒരിക്കലും തിരിച്ചു കയറാൻ കഴിയാത്ത വിധം അഗാധമായ ഗർത്തങ്ങളിലേക്ക് പോകും. അതിനെ EVM കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വോട്ട് ചോറി എന്ന് വിലപിച്ചിട്ട് കാര്യമില്ല. ഹിന്ദുവിനൊപ്പം നിൽക്കാൻ തയ്യാറായാൽ ഒരുപക്ഷെ പച്ച പിടിച്ച് മുൻപോട്ട് വരാനെങ്കിലും നിങ്ങൾക്ക് കഴിയും. മോഹൻ ഭഗവതിൻ്റെ വാക്കുകൾ ഇത്തവണ കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ബംഗ്ലാദേശ് വിഷയത്തിൽ വളരെ വൈകിയാണ് പലപ്പോഴും RSSൻ്റെയും വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും അടക്കമുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വരുന്നെങ്കിൽ ഇത്തവണ വളരെ നേരത്തെ തന്നെ അത് ഉണ്ടായി. അദ്ദേഹം പറയുന്ന ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒറ്റക്കെട്ടായി നിന്നാൽ നമുക്ക് തകർത്തെറിയാൻ കഴിയാത്തതൊന്നുമില്ല. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി തൽക്കാലം നിലനിൽക്കണം. അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഒരുപക്ഷെ സർക്കാർ തയ്യാറായേക്കും. ഇപ്പോൾ താൻ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഒരുപക്ഷെ സംഘർഷം വ്യാപിപ്പിച്ചാൽ, ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്നൊരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ പോലും അതിർത്തി അശാന്തമാകും, പലായനം ആരംഭിക്കും. ആ പലായനത്തിൽ ഇത്തവണ ബംഗ്ലാദേശിൽ കൂടുതലായി എത്തുന്നത് അവിടുത്തെ റോഹിംഗ്യകളോ മറ്റുള്ളവരോ ആയിരിക്കില്ല, ഹിന്ദുക്കൾ മാത്രമായിരിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ SIR നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. SIR നടപ്പാക്കി തുടങ്ങുമ്പോൾ തന്നെ അനവധി ബംഗ്ലാദേശികൾ ഈ രാജ്യം വിട്ട് പലായനം തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ BLOമാരുമൊക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തവർ ഉണ്ട് എന്നും ഇത് കൈപ്പറ്റാൻ കഴിയാത്തവരുണ്ട് എന്നും അജ്ഞാതരായവരെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുമൊക്കെ പറയേണ്ടി വരുന്നത്. ഇനി അവിടെ ബംഗ്ലാദേശിൽ നിന്നൊരു പലായനം ഉണ്ടാകുകയാണെങ്കിൽ അത് വരുന്നത് മുഴുവൻ ഹിന്ദുക്കൾ തന്നെയായിരിക്കും. അവരെ കുടിയിരുത്താനുള്ള സംവിധാനം നമ്മുടെ ഈ രാജ്യത്ത് തന്നെയുണ്ട്. കാരണം അവർ വരുമ്പോൾ അവരെക്കാൾ വലിയൊരു സംഖ്യ ബംഗ്ലാദേശികൾ ഈ രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പക്ഷേ ഓർക്കേണ്ടതായിട്ടുണ്ട്, ഹിന്ദുവിനെ സംബന്ധിച്ച് മതേതരത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീനിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ പലപ്പോഴും ഹിന്ദുക്കൾ ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോഴും ഈ രാജ്യത്ത് ഒരു ബംഗ്ലാദേശിയെ പോലും ക്രൂരമായി മർദ്ദിക്കാത്തതോ കൊലപ്പെടുത്താത്തതോ. എപ്പോഴും വടക്കോട്ട് നോക്കിയിരുന്ന് കുരയ്ക്കുന്നവർ ബീഹാറിലും UPയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നോക്കണം. അവിടെയെങ്ങും ഒരു ബംഗ്ലാദേശി കോളനിക്ക് നേരെ ഒരു കല്ല് പോലും വന്നു വീണില്ല, ഇല്ലെങ്കിൽ അവർക്ക് നേരെ ഒരു ആക്രമണ സംഭവങ്ങളും ഉണ്ടായില്ല, അവർക്ക് നേരെ സോഷ്യൽ മീഡിയയിലൂടെ തീതുപ്പുന്നു ഒരു പോസ്റ്റുകളും ഉണ്ടായില്ല. ഇതാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിൻ്റെ മതേതരത്വം. അല്ലാതെ തങ്ങളുടെ മതങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അലറിക്കരയുകയും വാളെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു മതമല്ല എന്ന് ഒരിക്കൽ കൂടി അത് തെളിയിച്ചിരിക്കുന്നു. ഹിന്ദുവിൻ്റെ ഈ സഹിഷ്ണുത അത് ബലഹീനതയല്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളെങ്കിലും തിരിച്ചറിയണം. കുറഞ്ഞ പക്ഷം അവർക്ക് 5 കൊല്ലം കൂടുമ്പോൾ വോട്ടിലൂടെയെങ്കിലും പ്രതികരിക്കാനുള്ള ശേഷി ഇന്ന് കൈവരിച്ചു എന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് RSS അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കണം, മുൻപോട്ട് പോകണം. ബംഗ്ലാദേശ് വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ, കേന്ദ്ര സർക്കാർ ഉറച്ച നിലപാടുമായി തന്നെ പോകണം. അവിടെ ഉയരുന്ന ഓരോ രോദനവും ഹിന്ദുവിൻ്റേതാണ്, ഈ നാടിൻ്റേതാണ്. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ മുമ്പ് ഈ ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു.
അഖണ്ഡ ഭാരതമെന്നായിരുന്നു ഇതിൻ്റെ മുൻപത്തെ പേര്. സിന്ധു നദിയുടെ സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവർ, ഒരു സംസ്കാരത്തിന് കീഴിൽ വളർന്നവർ പല വഴികളായി പിരിഞ്ഞപ്പോൾ ശത്രുക്കളായി മാറിയെങ്കിലും ചോരയെ തിരിച്ചറിയാതെ പോകരുത്. അങ്ങനെ തിരിച്ചറിയാതെ പോയതാണ് ഹിന്ദുവിൻ്റെ ഇക്കാലം അത്രയും ഉണ്ടായ പരാജയം. അതിനൊരു അറുതി വരുത്താനാണ് നരേന്ദ്രമോദി സർക്കാർ 2014 നാം അധികാരത്തിലേറ്റിയത്. അധികാരത്തിലേറിയതിൽ ഇന്നേ വരെ ഹിന്ദുക്കൾക്ക് പ്രതികൂലമായി ഒന്നും ചെയ്തിട്ടില്ല. അത് തന്നെ വലിയ പ്രത്യാശയാണ്. ഈ വിഷയത്തിലും അടിയന്തരമായി ഇടപെടണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഈ RSS മേധാവിയുടെ സ്റ്റേറ്റ്മെൻറ്റുണ്ട് 100% നീതി പുലർത്തുകയും വേണം. ഇത് തന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൻ്റെ പോയിന്റ്. നന്ദി, നമസ്കാരം.